തന്റെ കൂടെ യാത്ര ചെയ്യുന്നവരോടും ഏറ്റവും മാന്യമായിട്ടാണ് ഇടപെടേണ്ടത്. വബിനിസ്സബീൽ വഴിയാത്രക്കാരോടും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളോട് ഇസ്ലാം എന്തെല്ലാം കടമകൾ പാലിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. തന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പലരും ഉണ്ടാകാം. പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ഞെങ്ങിത്തെരിഞ്ഞി നിൽക്കുന്ന വാഹനങ്ങളിലാണെങ്കിൽ ഒരല്പമൊന്ന് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഒരറ്റത്തേക്ക് മാറി നിൽക്കുവാനുള്ള സഹായങ്ങൾ ചെയ്യുക. ഒരാളെ മനഃപൂർവ്വം നമ്മൾ കഷ്ടപ്പെടുത്താതിരിക്കുക. ആരെങ്കിലും അറിയാതെ വന്ന് ചവിട്ടിപ്പോയെങ്കിൽ ഒന്ന് സോറി പറയുക. തിക്കും തിരക്കും കൂട്ടിയിട്ട് ബഹളമുണ്ടാക്കാതിരിക്കുക. ഇസ്ലാം എത്ര മാന്യമായിട്ടാണ് ഇടപെടാൻ പറഞ്ഞത്. അതേ അവസരത്തിൽ ഈ ഉമ്മത്തിന്റെ മെമ്പർമാരെന്ന് പറയുന്ന ആളുകൾ ബസ്സിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ തന്റെ സഹയാത്രികരെ മനഃപൂർവ്വം അപമാനിക്കുവാനോ ഏതുദ്ദേശത്തിലാവട്ടെ അവരുടെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വമല്ലാതിരുന്നിട്ട് പോലും അത്തരത്തിലുള്ള അബദ്ധങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചു എന്ന് മാത്രമല്ല, അതെല്ലാം മൊബൈലിൽ വീഡിയോയായി പകർത്തി ലോകമൊട്ടാകെ തന്റെ സഹയാത്രികനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. അതും മാത്രമല്ല, ഒരു മനുഷ്യൻ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയോളം ഉണ്ടായി. തീർന്നില്ല, ലോകം മുഴുവൻ തനിക്കെതിരായി എന്ന് കണ്ടപ്പോൾ അതുവരെയും തനിക്കിഷ്ടമില്ലാതിരുന്ന ഇസ്ലാമിന്റെ വേഷമായ പർദ്ദയോട് യാതൊരു താല്പര്യവുമില്ലാതെ പർദ്ദയിടാതെ പുറത്തിറങ്ങിയിരുന്ന വ്യക്തിത്വം താൻ കുറ്റവാളിയായി പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ മാത്രം ആളുകൾക്കിടയിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി പർദ്ദയണിയുന്ന വിരോധാഭാസം ഇതും നമ്മൾ കാണേണ്ടി വരികയാണ്. ഇസ്ലാമിന്റെ വേഷത്തിനൊരു മാന്യതയുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇസ്ലാമിലെ പർദ്ദ എന്ന് പറയുന്നത് അത് മാന്യതയുടെ വേഷമാണ്. താൻ മാന്യയാണെന്ന് അറിയിക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരുടേതായ കാമാർത്ഥമായ കണ്ണുകളിൽ നിന്ന് തന്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാനുമുള്ള മാന്യതയുടെ വേഷമാണ് ഇസ്ലാമിലെ പർദ്ദ. അതല്ലാതെ താൻ തോന്നിയായി നടന്നുകൊണ്ട് തനിക്കിഷ്ടം പോലെയുള്ള വേഷം ധരിച്ച് ആടിപ്പാടി നടന്നിരുന്ന ആളുകൾ കുറ്റവാളിയായി പിടിക്കപ്പെടുമ്പോൾ മാത്രം ക്യാമറ കണ്ണുകളുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലുമുള്ള രോഷത്തെ ഭയന്നുകൊണ്ട് ആ തന്റെ ശരീരത്തെ ഇനി ആരും അറിയണ്ടെന്ന നിലക്ക് മൂടിപ്പൊതക്കാനുള്ള ആ നിലക്കുള്ള വ്യാജമായ മൂടുപടത്തിന്റെ പേരല്ല ഇസ്ലാമിന്റെ പർദ്ദ എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മാന്യതയുടെ വേഷമാണ്. അത് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ദുരുപയോഗം ചെയ്യുവാനോ അതല്ലെങ്കിൽ അനാവശ്യമായ പ്രവൃത്തികൾ ചെയ്തിട്ട് ആ സമയത്ത് മുഖം രക്ഷിക്കുവാനോ ഉള്ള മൂടുപടമായി ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയി എങ്കിൽ അത് ഇസ്ലാമിന്റെ ഉത്തരവാദിത്തം അതിനില്ല. ഇസ്ലാം അതല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മാന്യതയുടെ വേഷമാണത് എന്നുള്ളതാണ്.